കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രത്തിൽ നടന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണം MP അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമ ഒരുക്കിയ തങ്ങൾ തണലോർമ എന്ന പ്രദർശനവും അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. സ്മൃതിപഥങ്ങളിൽ തങ്ങൾ എന്ന പേരിൽ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രത്തിൽ ഒരുക്കിയ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണം MP അബ്ദുൽ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഹൃദയത്തിൽ തൊട്ടുള്ള വികാരസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയല്ലാതെ തങ്ങളെക്കുറിച്ച് ഓർക്കാനും പറയാനും ചിന്തിക്കാനും സാധിക്കില്ലെന്നും സമദാനി പറഞ്ഞു. മലയാള മനോരമയുടെ ഫോട്ടോ പ്രദർശനത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ മഹാനായ തങ്ങളുടെ അനുസ്മരണം നടക്കുന്നത്. ജീവിതം കുറേ വികാരങ്ങളുടെ ഒരു ആകത്തുകയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര സിദ്ധാന്തവൽക്കരിച്ചാലും അവസാനം അവശേഷിക്കുന്നത് ജീവിതം കുറേ വികാരങ്ങളുടെ ആകത്തുകയാണ്. അങ്ങനെ പറയാൻ ഈ അവസരത്തിൽ നമ്മെ സജ്ജനാക്കുന്നത് മഹാനായ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളാണ്. ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ അടിമുടി വികാരസാന്ദ്രമാണ്. വികാരങ്ങളിലൂടെ അല്ലാതെ തങ്ങളെ ഓർക്കാൻ സാധിക്കില്ല, തങ്ങളെ പറ്റി പറയാൻ സാധിക്കില്ല, തങ്ങളെ പറ്റി ചിന്തിക്കാൻ സാധിക്കില്ല. വികാരങ്ങളിലൂടെ അല്ലാതെ നമ്മുടെ വന്ധ്യമാതാവിനെ നമുക്ക് ഓർക്കാൻ സാധിക്കില്ല, നമ്മുടെ വന്ധ്യപിതാവിനെ ഓർക്കാൻ സാധിക്കില്ല. ഈ ലോകത്ത് ആരെങ്കിലും തൻ്റെ സ്വന്തം പിതാവിനെ കുറിച്ച് തത്വചിന്താപരമായിട്ട് സംസാരിക്കുമോ? ഇല്ല. വികാരഭരിതനായിട്ട് മാത്രമേ സംസാരിക്കൂ. പുണ്യ റസൂലിനെ താത്വികമായി ദാർശനികമായിട്ട് വിലയിരുത്താം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരിക്കലും ഹൃദയത്തിൽ തൊട്ട വികാരങ്ങളോടെ അല്ലാതെ പരിശുദ്ധ റസൂലിനെ കുറിച്ച് ഓർക്കാനോ പറയാനോ സാധിക്കും. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 15ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായി മലയാള മനോരമ ഒരുക്കിയ തങ്ങൾ തണലോർമ എന്ന ചിത്ര ദൃശ്യ ശ്രാവ്യ പ്രദർശനവും അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ നേതാവായും ആത്മീയാചാര്യനായും നാടിന് നേതൃത്വം നൽകിയ ശിഹാബ് തങ്ങളുടെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ ഉൾപ്പെടുന്ന പ്രദർശനം TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒട്ടേറെ പേരാണ് പ്രദർശനം കാണാനെത്തിയത്. അനുസ്മരണ സമ്മേളന ചടങ്ങിൽ ഡയാലിസിസ് കേന്ദ്രം ചെയർമാൻ PA ജബ്ബാർ ഹാജി സ്വാഗതം പറഞ്ഞു. TV ഇബ്രാഹിം MLA, നൌഷാദ് മണ്ണിശ്ശേരി, KK ഷാഹുൽ ഹമീദ്, ഷറഫുദ്ദീൻ കണ്ണേത്ത, പുളിക്കൽ, റഷീദ് അലി ബാബു, PV മൂസ, CT മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അബ്ദുൽ ഗഫൂർ അൻവരി പ്രാർത്ഥന നടത്തി. PhD നേടിയ Dr. VP അബ്ദുൽ നാസർ, Dr. അബു കുമാളി, മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ Dr. ഷാന നസ്രിൻ കളത്തിങ്ങൽ, Dr. കാവ്യ വിനയൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ KP ഫിറോസ്, A മുഹ്യുദ്ദീൻ അലി, PV ഹസൻ സിദ്ദിഖ് ബാബു, അബ്ദുൽ ഗഫൂർ അൻവരി, ബാലത്തിൽ ബാപ്പു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സെറീന ഹസീബ്, ജില്ലാ പഞ്ചായത്ത് അംഗം PKC അബ്ദുറഹ്മാൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. Air One ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.